ഹലോ അസ്സാമലൈക്കും. ഷബൂറിയാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കുരുമുളകിട്ട് വെച്ച നല്ലൊരു മത്തിക്കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനാവശ്യമായ നമ്മുടെ താരമായ മത്തി ഞാനിവിടെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായ ചേരുവകളൊക്കെ നോക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ വലിയൊരു തക്കാളിയും കുറച്ച് ഉള്ളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും പിന്നെ ഇത്തിരി കറിവേപ്പിലയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി ഉലുവയും മുഴുവൻ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതെന്താ വെച്ചാൽ നമ്മൾ കുരുമുളക് നന്നായി വെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചതാണ്. അങ്ങനെ ആ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ച് വെച്ച കുരുമുളക് ഇട്ട് കൊടുത്തു. പിന്നെ മുഴുവൻ മല്ലിയും ഇട്ട് കൊടുത്തു. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരിത്തിരി ഉലുവ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് നന്നായി വഴറ്റിയെടുത്തു. ശേഷം അതിലേക്ക് ഉള്ളി കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു. ശേഷം ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്തു. പിന്നെ നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വന്നിട്ടുണ്ടല്ലോ, ആ അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ചും കൂടി വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ നേരത്തെ വെള്ളത്തിൽ പുളി കുതിർത്തി വെക്കാൻ വെച്ചിട്ടുണ്ടായിട്ടില്ലേ, അപ്പോൾ എന്താക്കാം, നമ്മൾക്കിത് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ആ പുളി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ പുളി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യുക, നമ്മുടെ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മളിതാ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ മത്തിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നല്ല മത്തിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു അടുപ്പ് വെച്ചിട്ട് കുറച്ച് സമയം അടച്ചു വെച്ചു. ഒരു ചെറിയ തീയിൽ കുറച്ച് സമയം മത്തി വേകുന്നത് വരെ വെച്ച് കൊടുത്തു. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഞാനിപ്പോൾ തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ കറിവേപ്പിലൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പം മത്തിക്കറിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ തുറന്ന് വെച്ച് ഒരു 10-15 മിനിറ്റ് നമുക്കിങ്ങനെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മത്തിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വീണ്ടും ഒരിത്തിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ നല്ല കുരുമുളക് ഇട്ട് വെച്ച മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.